എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള നമ്മുടെ മൊഡ്യൂളിലെ അവസാന SCRT ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 8ാം ക്ലാസ് സയൻസിലെ 13ാമത്തെ അധ്യായമായ വൈവിധ്യം നിലനിൽപ്പിന് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം നമ്മൾ കേരള ഫാക്റ്റ് എന്ന മൊഡ്യൂളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവസാന ഭാഗം നമ്മൾ ഇന്നത്തെ മൊഡ്യൂളിൽ വീണ്ടും റിപ്പീറ്റായി ചർച്ച ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരു തവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൽ ഈ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള മൊഡ്യൂളിന് വേണ്ട ഭാഗം മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അവസാന ഭാഗം ഒരു തവണ ചർച്ച ചെയ്തതാണ്. കാണാത്തവർ അതുപോയി കാണുക. കേരള ഫാക്റ്റ് എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ അവതരണ ശൈലിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വൈവിധ്യം നിലനിൽപ്പിന് 8ാം ക്ലാസ്സിലെ സയൻസിലെ 13ാമത്തെ അധ്യായമാണ് വൈവിധ്യം നിലനിൽപ്പിന് എന്നുള്ള ഈ ഒരു അധ്യായം. ഇവിടെ നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് ജീവികളുടെ സാന്നിധ്യവും വൈവിധ്യവുമാണ്. ജീവരൂപങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും പ്രകൃതിയിൽ ഒരു ജീവിയും ഒറ്റപ്പെട്ടല്ല നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇവിടെ കുറേ അതിന് സൂചിപ്പിക്കുന്ന കുറേ ഫോട്ടോകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഫസ്റ്റ് പോയിൻ്റാണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. എന്താണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് ജീവമണ്ഡലം. ജീവമണ്ഡലം കറക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്? ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനും ഇടയിലായി വ്യാപിച്ച് കിടക്കുന്നതാണ് ജീവമണ്ഡലം. ജീവമണ്ഡലം എവിടെയൊക്കെയാണ് എന്ന് ഏകദേശം ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗം അല്ലെങ്കിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിനും സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ജീവമണ്ഡലം വ്യാപിച്ച് കിടക്കുന്നത്. ജന്തുക്കളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം ഉൾപ്പെടുന്ന ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് അജീവീയ ഘടകങ്ങളും ആവശ്യമാണ്. ജന്തുക്കളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം ഉൾപ്പെടുന്ന ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് എന്താവശ്യമാണ്? അജീവീയ ഘടകങ്ങളും ആവശ്യമാണ്. അജീവീയ ഘടകങ്ങൾക്ക് ജീവീയ ഘടകങ്ങൾക്ക് പ്രയോജനപരമാകാറുണ്ട്, പല വിധത്തിലും പ്രയോജനപരമാകാറുണ്ട്. ഇനി എന്താണ് നമുക്ക് അജീവീയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിവിടെ നമുക്കൊരു ഡയഗ്രമാക്കി തന്നിട്ടുണ്ട്. അജീവീയ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് നമ്മളോട് പൂരിപ്പിക്കാനാണ്. ആദ്യം നമുക്ക് അജീവീയ ഘടകങ്ങൾ. ആദ്യത്തേതാണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശം എന്താണ് ഉപകാരം? പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിന് ഉപകാരപ്പെടുന്നതാണ് സൂര്യപ്രകാശം. അടുത്ത അജീവീയ ഘടകമാണ് വായു. വായു കൊണ്ടുള്ള ഉപയോഗം എന്താണ്? മനുഷ്യന് ശ്വസിക്കാനും അതുപോലെ ഈ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാനൊക്കെ വായു നമുക്ക് ഉപകാരപ്രദമാണ്. അടുത്തതാണ് മണ്ണ്. മണ്ണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമാണ്. കൃഷി ചെയ്യാനും സസ്യങ്ങൾ വളരാനും അതുപോലെ നമ്മളെ വേസ്റ്റുകൾ ഒക്കെ ജീർണിച്ച് പോകാനൊക്കെ മണ്ണ് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അടുത്തതാണ് ജലം. ജലം പിന്നെ നമുക്ക് അറിയേണ്ട, മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ കുടിക്കാനും സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാനും എല്ലാ ആവശ്യത്തിനും നമുക്ക് ജലം ഉപകാരപ്രദമാണ്. അപ്പോൾ പ്രധാനമായും 4 അജീവീയ ഘടകങ്ങളാണ്: സൂര്യപ്രകാശം, മണ്ണ്, വായു, ജലം എന്നിവ. അവ ഓരോന്നും കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടും. അജീവീയ ഘടകങ്ങളും ആവശ്യമാണ് എന്നുള്ളത് കാണിക്കാനാണ് അവിടെ. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? സൂര്യനാണ്. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മുടെ
ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഊർജ്ജമാറ്റത്തിൻ്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് തന്നാൽ എന്താണ് അവിടെ ഊർജ്ജമാറ്റം സംഭവിക്കുന്നത്? പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, റാങ്കിങ് മേക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ടൈപ്പിൽ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഊർജ്ജ പരിവർത്തനം പഠിക്കാണ്ട്, അതിൽ നമ്മൾ ഓരോ കാര്യമായിട്ട് നമ്മൾ ഉപകരണങ്ങളുടേതാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? പ്രകാശോർജ്ജം എന്തോർജ്ജമായിട്ടാണ് മാറുന്നത്? രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇത് അഡീഷണലായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഫാക്റ്റാണ്. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ്സ് സൂര്യനാണ്. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. പ്രകാശോർജ്ജം രാസോർജ്ജമാക്കുന്നത് ഏത് പ്രക്രിയയാണ്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് ആണ്. ഈ ഊർജ്ജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റു ജീവികളിൽ എത്തുന്നത്. ഈ ഊർജ്ജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള ജീവികളിൽ എത്തുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ ഉൽപ്പാദകർ എന്നും നേരിട്ടോ അല്ലാതെയോ ഊർജ്ജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്നും വിളിക്കുന്നു. ഇത് നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ മുൻ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ, അതായത് ഹരിത സസ്യങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. നേരിട്ടോ അല്ലാതെയോ ഊർജ്ജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്നും വിളിക്കുന്നു. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ എന്താണ് വിളിക്കുന്നത്? പ്രാഥമിക ഉപഭോക്താക്കൾ. സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നും പ്രാഥമിക ഉപഭോക്താക്കളെ ആഹാരമാക്കുന്നവയെ ദ്വിതീയ ഉപഭോക്താക്കളെന്നും പറയാം. എന്താണ് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്? നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പുല്ല്, അതുപോലെ പുല്ലിനെ ഭക്ഷണമാക്കുന്ന പുൽച്ചാടി ഒരു ഉദാഹരണമാണ് പ്രാഥമിക ഉപഭോക്താവിന്. ഇനി ദ്വിതീയ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക ഉപഭോക്താവിനെ ഭക്ഷണമാക്കുന്ന ഉപഭോക്താവാണ് ദ്വിതീയ ഉപഭോക്താവ്. ഇനി ഈ ദ്വിതീയ ഉപഭോക്താവിനെ ഭക്ഷണമാക്കുന്നതിന് തൃതീയ ഉപഭോക്താവ് എന്ന് പറയുന്നു. അത് പിന്നെ കൂടുതൽ പറഞ്ഞേണ്ട ആവശ്യമില്ല. പ്രാഥമികം, ദ്വിതീയം, തൃതീയം വരിക്ക് ഇങ്ങനെ ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. പ്രകൃതിയിലെ ആഹാരബന്ധങ്ങൾ നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ്. അത് പറയുന്നതാണ് ഭക്ഷ്യശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്നാണ് പ്രകൃതിയിലെ ആഹാരബന്ധങ്ങളെ പറയുന്നത്. ഭക്ഷ്യശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്നാണ് നമ്മൾ പ്രകൃതിയിലെ ആഹാരബന്ധങ്ങളെ പറയുന്നത്. ഇനി നമുക്കിവിടെ ഫോട്ടോ തന്നിട്ടുണ്ട്, ഓരോ ജീവികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആ ഫുഡ് വെബിൻ്റെ ഫോട്ടോസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം അത് നോക്കുക. ഇത് നമുക്ക് പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്താവ്, തൃതീയ ഉപഭോക്താവ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി സൂചകങ്ങളാണ്. ഭക്ഷ്യശൃംഖലയും ഭക്ഷ്യശൃംഖജാലവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഒരു ജീവി തന്നെ ഒന്നിലേറെ ഭക്ഷ്യശൃംഖലകളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മോട് ആ ചിത്രം നിരീക്ഷിച്ച് പഠിക്കാനാണ് പറഞ്ഞത്. ഇതൊക്കെ കുട്ടികൾക്ക് പഠന പ്രവർത്തനമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് പോഷണ തലങ്ങൾ അഥവാ ട്രോപ്പിക് ലെവൽ എന്താണ് എന്നുള്ളത്. പോഷണ തലങ്ങൾ അഥവാ ട്രോപ്പിക് ലെവൽ ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്ന് ആകയാൽ അവയെ ഒന്നാം പോഷണതലത്തിൽ പെടുത്താം. അപ്പോൾ ഭക്ഷ്യശൃംഖലകളൊക്കെ ആഗ്രഹിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്, അതുകൊണ്ട് സസ്യങ്ങളാണ് ഒന്നാം പോഷണ തലം. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെ രണ്ടാം പോഷണ തലത്തിലും ഉൾപ്പെടുത്താം. അപ്പോൾ സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന നമ്മുടെ പുൽച്ചാടി പോലുള്ള അവയെ രണ്ടാം പോഷണ തലത്തിലും ഉൾപ്പെടുത്താം. അവയൊക്കെയാണ് രണ്ടാം പോഷണ തലം എന്ന് പറയുന്നത്. ഇനി പോഷണത്തിനായി രണ്ടാം പോഷണക്കാരെ ആശ്രയിക്കുന്ന മാംസാഹാരികളെ മൂന്നാം പോഷണത്തിൽ ഉൾപ്പെടുത്താം. നമ്മൾ ഈ
ദ്വിതീയം പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്താവ്, തൃതീയ ഉപഭോക്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്നാം പോഷണതലം, രണ്ടാം പോഷണതലം എന്ന് പറഞ്ഞു. ഇനി രണ്ടാം പോഷണത്തിലെ ആ പോഷണത്തിനായി രണ്ടാം പോഷണതലത്തിലെ ജീവികളെ ആഹാരമാക്കുന്നവയാണ് മൂന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരാണ് നാലാം പോഷണതലത്തിൽ ഉള്ളത്. മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരെന്താണ് നാലാം തലത്തിലുള്ളത്. ഭക്ഷ്യശൃംഖലാജാലം സങ്കീർണമാകുന്നതിനനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണതലങ്ങളിൽ ഉൾപ്പെടാം. അപ്പോൾ ഭക്ഷ്യശൃംഖലാജാലം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സങ്കീർണമാകുന്നതിനനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണതലങ്ങളിലും ഉൾപ്പെടാം. അപ്പോൾ 3-4 പോഷണതലങ്ങളാണ് നമ്മൾ ഏകദേശം പറഞ്ഞ പോലെ പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്താവ്, തൃതീയ ഉപഭോക്താവ്. അതിവിടെ പോഷണതലമാക്കി മാറ്റി എന്ന് മാത്രം. ഇനി നമുക്ക് അവിടെ ഈ പോഷണതലങ്ങൾ ടേബിളാക്കാനാണ്. ഇത് നിങ്ങൾ നോട്ടിൽ ഇതുപോലെ ടേബിൾ വരച്ച് ഇത് പൂരിപ്പിക്കുക. തൃതീയ ഉപഭോക്താക്കൾ മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവർ നാലാമത്തെ പോഷണതലം, മൂന്നാമത്തെ പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കൾ, രണ്ടാമത്തെ പോഷണതലം ഉൽപ്പാദകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഉൽപ്പാദകർ ഒന്നാമത്തെ പോഷണതലം എന്ന് പറഞ്ഞിട്ട് നെൽച്ചെടി, പുൽച്ചെടി അതുപോലുള്ള ഹരിതസസ്യങ്ങളൊക്കെ പെടും ഇതിൽ. ഇനി ബാക്കിയുള്ളത് നിങ്ങളോട് പൂരിപ്പിക്കാനാണ്. അപ്പോൾ നോട്ടിൽ വരച്ചങ്ങാണ്ട് ഇതുപോലെ പൂരിപ്പിക്കുക. ഇനി നമ്മൾ പറഞ്ഞ കൂടുതൽ സങ്കീർണമാവുന്നതിനനുസരിച്ച് ഒരേ ജീവി തന്നെ വിവിധ തലങ്ങളിൽ വരും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഉദാഹരണമാണ് പുൽച്ചെടി, മുയൽ, പരുന്ത്. പുൽച്ചെടി, പുൽച്ചാടി, ഓന്ത്, പരുന്ത്. പുൽച്ചെടി, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. ഇതിൽ പരുന്ത് എല്ലാ ഇതിലും വരുന്നുണ്ട്, എല്ലാ പോഷണതലത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത് ഭക്ഷ്യശൃംഖല സങ്കീർണമാകുന്നതിനനുസരിച്ച് വ്യത്യാസം വരും എന്നുള്ളത്. ആവാസ വ്യവസ്ഥയിലെ പോഷണതലങ്ങളുടെ എണ്ണവും പോഷണതലത്തിലെ ജീവികളുടെ സ്ഥാനവും സ്ഥിരമല്ല. ഭക്ഷ്യശൃംഖലയുടെ സങ്കീർണതക്കും ദൈർഘ്യത്തിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ആവാസ വ്യവസ്ഥയിലെ പോഷണതലങ്ങളുടെ എണ്ണവും പോഷണതലത്തിലെ ജീവികളുടെ സ്ഥാനവും ഒരിക്കലും സ്ഥിരമാവുകയില്ല. ഭക്ഷ്യശൃംഖലയുടെ സങ്കീർണതയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ദൈർഘ്യത്തിനും അനുസരിച്ച് അത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ മുകളിൽ ഉദാഹരണം കണ്ടതുപോലെ. ഇനി ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ജീവിബന്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ കോളുണ്ട്. ആ കോളം നമ്മൾ പൂരിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചിത്രങ്ങൾ ഓരോന്നും നോക്കാം. ആദ്യത്തേത് പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധമാണ്. പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം. മാനും കടുവയും തമ്മിലുള്ള ബന്ധം. മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധം. മാവും ഇത്തിൽക്കണ്ണിയും. നെല്ലും കളകളും തമ്മിലുള്ള ബന്ധം. മാവും മരവാഴയും തമ്മിലുള്ള ബന്ധം ഒക്കെ നമുക്ക് ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നേരെ താഴെയുള്ള ജീവിബന്ധങ്ങൾ എന്നുള്ള ഈ കോളം നമുക്ക് പൂരിപ്പിക്കാം. ഒന്നാമത്തതാണ് ഇരപിടുത്തം. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. ഇരപിടുത്തം എന്താണ്? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. ഇര പിടിക്കുന്നതിന് അല്ലെങ്കിൽ ഇരപിടിയന് ഭക്ഷണമാകുന്നു. അതിൻ്റെ ഉദാഹരണമാണ് മാനും അതുപോലെ കടുവയും തമ്മിലുള്ള ആ കാര്യം. ഇനി പരാദജീവനാകുമ്പോൾ ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. പരാദം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. പരാദജീവനത്തിൽ ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. പരാദം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് മാവും ഇത്തിൽക്കണ്ണിയും. മാവും ഇത്തിൽക്കണ്ണിയും ഇതിന് ഉദാഹരണമാണ്. ഇത്തിൽക്കണ്ണി മാവിലുണ്ടായാൽ മാവിൻ്റെ തണ്ടിലെ ജലാംശവും ലവണവും ഒക്കെ വലിച്ചെടുത്തുകൊണ്ട് ആ മാവിൻ്റെ ആ കൊമ്പ് ഉണങ്ങിപ്പോവുകയാണ് പതിവ്. ഇനി മത്സരമാകുമ്പോൾ തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമാണ്. ഇതിലാകുമ്പോൾ തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, എന്നാൽ പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമാണ്. അതിന് ഇതിൽ ഉദാഹരണം ഏതാണ്? മത്സരത്തിന് ഉദാഹരണം നെല്ലും കളകളുമാണ് മത്സരത്തിന് ഉദാഹരണം. പിന്നീട് മ്യൂച്വലിസം രണ്ട് ജീവികൾക്കും ഗുണകരം.
രണ്ട് ജീവികൾക്കും ഗുണകരം. മ്യൂച്വലിസമാണ് പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം. കാരണം പൂക്കളുടെ പരാഗണം നടക്കുകയും ചെയ്യും, പൂമ്പാറ്റയ്ക്ക് പൂമ്പൊടിയിൽ നിന്ന് തേൻ കിട്ടുകയും ചെയ്യും. അതാണ് മ്യൂച്വലിസം. രണ്ട് ജീവികൾക്കും ഗുണകരമാണ്. അതേപോലെയാണ് കമൻസലിസം. കമൻസലിസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരമാണ്, എന്നാൽ മറ്റേതിന് ഗുണമോ ദോഷമോ ഒന്നും ലഭിക്കുന്നില്ല. ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ഗുണമോ ദോഷമോ ലഭിക്കുന്നില്ല. കമൻസലിസം. അതിൻ്റെ ഉദാഹരണമാണ് മാവും മരവാഴയും. മാവും മരവാഴയും തമ്മിൽ മരവാഴയ്ക്ക് ഗുണകരമാണ്, എന്നാൽ മാവിന് അതുകൊണ്ടൊരു ദോഷമൊന്നുമില്ല. കാരണം മരവാഴ സ്വന്തമായിട്ട് തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് ഭക്ഷണത്തിന് വേണ്ടി മാവിനെ ഒരിക്കലും ആശ്രയിക്കാറില്ല. പക്ഷേ അതിന് നിലനിൽക്കാനും മാവ് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ജീവി ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ടത്. ആദ്യത്തേത് പറഞ്ഞത് ഇരപിടുത്താണ്. ഇരപിടുത്താകുമ്പോൾ ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. ഇരപിടിയന് ഭക്ഷണമാകുന്നു. പരാത ജീവനാകുമ്പോൾ ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരമാണ്. പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. മത്സരമാകുമ്പോൾ തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നവക്കാണ് ഗുണകരം. പിന്നീട് മ്യൂച്വലിസം ആകുമ്പോൾ രണ്ട് ജീവികൾക്കും ഗുണകരമാണ്, രണ്ട് ജീവികൾക്കും ഗുണം മാത്രം ലഭിക്കുന്നതാണ് മ്യൂച്വലിസം. കമൻസലിസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ലഭിക്കുന്നില്ല. ഇതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു. നാം കാണാത്തതും അറിയാത്തതുമായ നിരവധി പ്രതിവർത്തനങ്ങൾ പ്രകൃതിയിലുണ്ട്. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരുപാട് പ്രതിവർത്തനങ്ങൾ ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രതിവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലനവും സ്ഥിരതയും നിലനിർത്തുന്നത്. ഇത്തരം പ്രതിവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലനവും സ്ഥിരതയും നിലനിർത്തുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥയുടെ സന്തുലനവും സ്ഥിരതയും നിലനിർത്തുന്നത് എന്ത് പ്രവർത്തനമാണ്? പ്രതിവർത്തനങ്ങളാണ്. ആഹാരബന്ധങ്ങൾ ജീവികൾ തമ്മിലുള്ള പ്രതിവർത്തനങ്ങൾക്ക് പ്രത്യക്ഷ ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആഹാരബന്ധങ്ങൾ ജീവികൾ തമ്മിലുള്ള പ്രതിവർത്തനങ്ങൾക്ക് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ആഹാര ബന്ധങ്ങൾ. അജീവിയ ഘടകങ്ങളുടെയും ജീവിയ പ്രവർത്തനങ്ങളുടെയും പ്രതിവർത്തനങ്ങളുടെയും വൈവിധ്യം ഏറുന്തോറും ആവാസ വ്യവസ്ഥ കൂടുതൽ സുസ്ഥിരമായി മാറുന്നു. അജീവിയ ഘടകങ്ങളുടെയും ജീവിയ പ്രതിവർത്തനങ്ങളുടെയും വൈവിധ്യം ഏറുന്തോറും ആവാസ വ്യവസ്ഥ എന്താകുന്നു? കൂടുതൽ സുസ്ഥിരമായി മാറുന്നു. ഇനി വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരവധി ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം വനം, അതുപോലെ തുന്ദ്ര മഞ്ഞ് പ്രദേശമാണ്. പിന്നെ സമുദ്രം കാണിച്ചിട്ടുണ്ട്, തണ്ണീർത്തടം, പുൽമേടുകൾ, മരുഭൂമി. അടുത്തതാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവ സമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. എന്താണ് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവി സമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ ഉൾപ്പെടും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടും? ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, ആവാസ വ്യവസ്ഥകൾ അതിൽ വൈവിധ്യം ഉണ്ടാവും, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, അതുപോലെ സ്പീഷീസുകളുടെ വൈവിധ്യം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെയാണ് ജനിതക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ ജൈവ വൈവിധ്യത്തിൽ പ്രധാനമായും ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യവും സ്പീഷീസുകളുടെ വൈവിധ്യവും ജനിതക വൈവിധ്യവും ഉൾപ്പെടും. ഈ മൂന്ന് തലങ്ങൾ അതിൽ ഉൾപ്പെടും. ജീവമണ്ഡലത്തിൽ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൺ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൺ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ ജി റോസൺ. 1985 ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ഇവിടെ കുറേ ചോദ്യങ്ങളാണ്, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്.
ഇനി ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം എന്നതിൽ നമ്മൾ ജൈവ വൈവിധ്യം നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ താഴത്തെ ഒരു ഡയഗ്രാം ആക്കി കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ജൈവ വൈവിധ്യം നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ജൈവ വൈവിധ്യം നൽകുന്ന സേവനങ്ങളിൽ ആദ്യത്തേതാണ് ആവശ്യ വസ്തുക്കളുടെ ലഭ്യത. ജൈവ വൈവിധ്യം നൽകുന്ന സേവനങ്ങളിൽ ആദ്യത്തേതാണ് ആവശ്യ വസ്തുക്കളുടെ ലഭ്യത. എന്തൊക്കെയാണ്? ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ എന്നിവയൊക്കെ ജൈവ വൈവിധ്യം നൽകുന്ന സേവനങ്ങളാണ്. ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയുടെ ഭാഗമായി ജൈവ വൈവിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളാണ് ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ എന്നിവ. സാംസ്കാരിക സേവനങ്ങളായിട്ട് എന്തൊക്കെയാണ്? സൗന്ദര്യാസ്വാദനം, വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ. സൗന്ദര്യാസ്വാദനം, വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനം എന്നിവ സാംസ്കാരിക സേവനങ്ങളാണ്. സഹായ സേവനങ്ങളോ? പോഷക സംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം. പോഷക സംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം എന്നിവ സഹായ സേവനങ്ങളാണ്. പാരിസ്ഥിതിക സേവനങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, O2 CO2 സന്തുലനം, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥ നിയന്ത്രണം. പാരിസ്ഥിതിക സേവനങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ സന്തുലനം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, അതുപോലെ കാലാവസ്ഥ നിയന്ത്രണം. ഇത്രയും കാര്യങ്ങളാണ് ജൈവ വൈവിധ്യങ്ങൾ നൽകുന്ന സേവനങ്ങൾ. ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയും സാംസ്കാരിക സേവനങ്ങളും പാരിസ്ഥിതിക സേവനങ്ങളും സഹായ സേവനങ്ങളുമാണ് ജൈവ വൈവിധ്യം നൽകുന്നത്. അതെന്തൊക്കെയെന്നുള്ളത് നമ്മൾ നോക്കിയത്. ഇനി ജൈവ വൈവിധ്യ ശോഷണം എന്നുള്ളത്, ഇവിടുന്ന് ഈ ഭാഗം നമ്മൾ കേരള ഫാക്റ്റ് എന്ന മൊഡ്യൂളിൽ പഠിച്ചു പോയതാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ കേരള ഫാക്റ്റ് എന്ന മൊഡ്യൂളിൽ വിശദമായി ഇത് പറഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് വീണ്ടും ഇതിൽ പറയണ്ട എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം പോവാം. എല്ലാ പ്രദേശത്തും കാണപ്പെടുന്നവയാണ് പക്ഷികൾ. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ അതിവേഗം ഇരയാവുന്ന ജീവിവിഭാഗമാണ് പക്ഷികൾ. ഒരു ആവാസ വ്യവസ്ഥയിലെ മാറ്റത്തിന് അതിവേഗം ഇരയാകപ്പെടുന്ന ജീവിവിഭാഗം ഏതാണ്? പക്ഷികളാണ്. ഇനി നമുക്കിവിടെ കുറേ പക്ഷികളെ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ പശ്ചിമഘട്ടം വൈവിധ്യം ഭീഷണിയിൽ, പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം ഭീഷണിയിൽ എന്ന് പറഞ്ഞു. അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായിട്ട് 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യം, 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം. പിന്നെ സഹ്യപർവ്വതം, സഹ്യാദ്രി എന്ന പേരുകളിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നു. സഹ്യപർവ്വതം, സഹ്യാദ്രി, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട് എന്നൊക്കെ പറയുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഘട്ട് എന്നാണ് പറയുന്നത്. പശ്ചിമഘട്ടം സഹ്യപർവ്വതം എന്നും സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നതും പശ്ചിമഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ, അതേപോലെ അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യം എന്നുള്ളതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ. ഇത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്തത് നമ്മൾ കേരള ഫാക്റ്റ് എന്ന മൊഡ്യൂളിൽ വിശദമായി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ റേച്ചൽ കേഴ്സൻ്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിങ്. റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷകയുടെ പുസ്തകമാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിങ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടി റിപ്പീറ്റഡായി പറയുന്നത്. അപ്പോൾ നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ ആണ്. DDTയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പുസ്തകമായിരുന്നു ഇത്. ഈ പുസ്തകത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് അമേരിക്കയിൽ DDT നിരോധിച്ചത്. ഇനി വംശനാശം സംഭവിച്ച ചില ജീവികളുടെ ഫോട്ടോമാണ് ഡോഡോ, സഞ്ചാരി പ്രാവ്, അതുപോലെ ക്വാഗ. ഇനി ഇവയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നു എന്നുള്ളത് നോക്കാം. ഡോഡോ എവിടെയായിരുന്നു? പറക്കാൻ കഴിവില്ലാത്ത ഡോഡോ പക്ഷി എവിടെയായിരുന്നു? മൗറീഷ്യസിലെ ദ്വീപുകളിലായിരുന്നു. മൗറീഷ്യസ് ദ്വീപിൽ സാധാരണമായിരുന്നു ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത പക്ഷി. ഇത് വംശനാശം സംഭവിച്ച പക്ഷികളെക്കുറിച്ചാണ് ഈ പറയുന്നത്.
ഡോഡോ പക്ഷി എവിടെയായിരുന്നു? മൗറീഷ്യസ് ദ്വീപിലാണ്. സഞ്ചാരിപ്രാവ് എവിടെയാണ്? അമേരിക്കയിലാണ്. സഞ്ചാരിപ്രാവ് അമേരിക്കൻ്റെ ആകാശങ്ങളിൽ പാറിപ്പറന്ന് നടന്നിരുന്ന സഞ്ചാരിപ്രാവ്. അതുപോലെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലെ കാട്ടുസീബ്ര വിഭാഗത്തിൽപ്പെട്ട സീബ്ര ഇനമായ ക്വാഗകൾ. അപ്പോൾ ഡോഡ എവിടെയായിരുന്നു? മൗറീഷ്യസ് ദ്വീപിലായിരുന്നു. സഞ്ചാരിപ്രാവ് അമേരിക്കയിലായിരുന്നു. ക്വാഗ എന്ന് പറയുന്നത് സീബ്ര ഇനത്തിൽപ്പെട്ട കാട്ടുസീബ്രയാണ് കോഗോ. ഇത് തെക്കൻ ആഫ്രിക്കയിലായിരുന്നു. ഈ വംശനാശം സംഭവിച്ച ജീവികളാണ് ഈ 3 എണ്ണം. അതിൻ്റെ ഫോട്ടോ ആണ്. ഇനി റെഡ് ഡാറ്റ ബുക്ക് ഉണ്ട്. റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്നത് IUCN എന്ന സംഘടനയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്നത് ആരാണെന്ന്. IUCN എന്ന സംഘടനയാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടന. പിന്നെ IUCN പുറത്തിറക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജന്തു സസ്യ വൈവിധ്യങ്ങളെക്കുറിച്ച് റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്നത് IUCN എന്ന സംഘടനയാണ്. റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജന്തു വൈവിധ്യങ്ങളെയും സസ്യ വൈവിധ്യങ്ങളെയും കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരണമാണ്. അതിങ്ങനെ പട്ടികയാക്കി പ്രസിദ്ധീകരിക്കും. അതാണ് റെഡ് ഡാറ്റ ബുക്ക്. IUCN എന്ന സംഘടന. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നോട്ട് ചെയ്ത് വെക്കുക. ഓടിച്ച് പറഞ്ഞു പോകുന്നത് മുൻപ് പറഞ്ഞതുകൊണ്ടാണ്. അതേപോലെ ഇനി വംശനാശന ഭീഷണി, കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളാണ് അശോകമരം, മരമഞ്ഞളും. ജീവികൾ ഏതൊക്കെയാണ്? മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മഴമുഴക്കി, വേഴാമ്പൽ. വരയാട് കാണുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലാണ് സിംഹവാലൻ കുരങ്ങുകൾ. പിന്നെ മലമുഴക്കി, വേഴാമ്പൽ, മലബാർ വെരുക്. മരങ്ങളിലാണെങ്കിൽ അശോകമരം, മരമഞ്ഞൾ എന്നിവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ സസ്യജന്തു വൈവിധ്യങ്ങളാണ്. വൈവിധ്യം സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഈ ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവുകൾ തുടങ്ങിയ ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ വളരെ വിശദമായിട്ട് കേരള ഫാക്റ്റ് എന്ന മൊഡ്യൂളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. സോ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള നമ്മുടെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. 6 വീഡിയോയാണ് ഇതടക്കം ഈ മൊഡ്യൂളിൽ വന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ SCERT ചാപ്റ്റേഴ്സും ഈ മൊഡ്യൂൾ പ്രകാരമുള്ളത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നാളെ മുതൽ നമ്മൾ പുതിയൊരു മൊഡ്യൂളുമായിട്ടാണ്, പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.